ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സീതേസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറുത്ത ചിക്കന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മസാല എല്ലാം കരിച്ചിട്ടാക്കുന്ന ചിക്കനാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പം നമ്മൾ മസാല എല്ലാം നല്ലോണം വറുത്തിട്ടാണ് ആക്കുന്നത്, കരിച്ചിട്ടൊന്നല്ല. അപ്പോൾ ഇത് വെറൈറ്റി ആയൊരു ചിക്കൻ കറിയാണ്. ചാറ് അധികം ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ ഒരു വരട്ടി എടുത്ത പോലെ ആയിരിക്കും. നോക്കാം, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. This video sponsored by BuyMode shopping app. ഫ്രണ്ട്സ്, ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ആപ്പിൽ പോയിട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ആ ലിങ്ക് ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ആപ്പ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇത് അടുപ്പിൽ നമ്മൾ വെച്ചിരിക്കുന്ന മസാലകളെല്ലാം അതൊന്ന് നല്ലോണം വറുത്തെടുക്കുക. അതിലിട്ടിട്ടുള്ള സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, ഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്, ഏലക്ക ഇട്ടിട്ടുണ്ട്, പിന്നെ പട്ട ചെറിയ ഇത് ഇട്ടിട്ടുണ്ട്, മല്ലി, മുളക്, മഞ്ഞൾ 3 പൊടികളും ഇട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അത് കരിയാത്ത രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ചിട്ടുണ്ട്, അത് തണിയട്ടെ. എന്നിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിടണം. അതിനേക്കാളും മുന്നിൽ നമുക്ക് മിക്സീൻ്റെ ജാറിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും മല്ലീൻ്റെ തണ്ടില്ലേ, മല്ലി ഇലേൻ്റെ ആ തണ്ട് ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് അത് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ട് വേണം ഇതിൽ മസാല പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒതുക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈസി പണിയാട്ടോ. നമുക്കൊരു ഉരുളി പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പെരിഞ്ജീരകം ഒരു 1/4 ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ ഉള്ളത്. പിന്നെ എണ്ണ ചൂടായതു കരിവേപ്പിലയും നമുക്കിട്ട് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളകും ഇട്ട് കൊടുക്കുക. നല്ലോണം അതൊന്ന് വഴറ്റിയെടുക്കുക. അത് ബ്രൗൺ കളറൊന്നും വരണ്ട. നമുക്ക് എന്താ പറയുക, ആ ഒരു വെള്ളം എല്ലാം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴറ്റലാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും മല്ലി ഇലേൻ്റെ തണ്ടും ഇട്ടിട്ട് നല്ലോണം അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്നത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, മസാല ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറം കണ്ടില്ലേ, കറുത്ത് വന്നില്ലേ. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ നമ്മൾ ചിക്കൻ അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് വെക്കാം. അധികം കറുത്തിട്ടില്ല, എന്നാലും ഒരു എന്താ പറയുക, ഇത് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ അത്ര കളർ കാണില്ല. നമ്മൾ ശരിക്കും ഉണ്ടാക്കിയിട്ട് കാണുമ്പോൾ നല്ല ഒരു കറുത്ത പോലത്തെ ചിക്കനാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മല്ലി ഇലയും ഇട്ട് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്.